30,000 രൂപയ്ക്കകത്തുള്ള നല്ല ഫോൺ തരുന്നിട്ട് പലരും നമ്മളെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ 30,000 രൂപയ്ക്കകത്ത് ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, ഒരു 5G ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. OnePlusന്റെ Nord 2T 5G അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഒരു 2 മാസമായെന്ന് തോന്നുന്നു ഞാൻ യൂസ് ചെയ്തത്. 2-1.5 മാസമോ ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ തേർഡ് ഡിവൈസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. തേർഡ് ഡിവൈസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും അവനത് ഉപയോഗിക്കില്ല എന്ന്. എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള വാട്സപ്പ്, ബാക്കിയുള്ള കാര്യങ്ങൾ, എൻ്റെ ഓഫീസ് ഹാൻഡ്ലിങ് എല്ലാം ചെയ്യുന്നത് ഈ ഒരു ഡിവൈസിലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് ഇതിൻ്റെ ബിൽഡ് നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഫ്രെയിമിൽ ബാക്കും ഫ്രണ്ടും ഗ്ലാസ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് കവറില്ലാണ്ടൊക്കെ യൂസ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അടപടലും ആവും. ഇതേപോലത്തെ ഒരു ടെക്സ്ചർ ആയിരുന്നു നമ്മുടെ OnePlus Nordന്റെ പാക്മാൻ എഡിഷനിൽ. ആ പാക്മാൻ എഡിഷൻ എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. ജസ്റ്റ് ഒന്ന് തട്ടിയതേ ഉള്ളൂ, ടക്കെന്നൊരു ശബ്ദവും കേട്ടു, ബാക്കിലത്തെ ഗ്ലാസ് മൊത്തം പൊട്ടി. അതുകൊണ്ട് തന്നെ ഒരു കേസ് റെക്കമെൻഡ് ചെയ്യുന്നു. ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് 6.43 ഇഞ്ചിൻ്റെ ഒരു 90 ഹെർട്സ് റിഫ്രഷ് റേറ്റോടുകൂടി വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യം പറയുന്ന സമയത്ത് നല്ല സാച്ചുറേറ്റഡ് ആയിട്ടുള്ള, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള, അതായത് ഏത് കളർ ഇട്ട് കഴിഞ്ഞാലും, പച്ച, റെഡ്, ബ്ലൂ അല്ലെങ്കിൽ ആബ്സ്ട്രാക്ട് വാൾപേപ്പറൊക്കെ ഇടുന്ന സമയത്ത് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് എറിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ആണ്. നല്ലതുപോലെ OnePlus കളർ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഈ ഒരു ഡിവൈസ് ഇഷ്ടപ്പെടാനുള്ള വേറൊരു റീസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത്. മൂവീസ് കാണുന്ന സമയത്തായാലും ഗെയിം കളിക്കുന്ന സമയത്തായാലും ഒരു പ്രത്യേക ഫീല് ഈ ഡിസ്പ്ലേ നമുക്ക് കൊണ്ടു തരുന്നുണ്ട്. ലൈക്ക് ഈ ഒരു പ്രൈസും കൂടി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിനെ കമ്പയർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ OnePlus 10T ആയിട്ടായിരിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ OnePlus 10T ഇല്ലാത്ത ഒരു വളരെ മേജറായിട്ടുള്ള സാധനം ഇതിനകത്തുണ്ട്. ആ ഒരു സൈലൻറ്റ് മോഡ് ടോഗിൾ ബട്ടൺ ഭയങ്കര യൂസ്ഫുൾ ആണ്. കാര്യം നിങ്ങൾ പുറത്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ ഫോൺ സൈലൻറ്റ് ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്ന് സ്ലൈഡ് ചെയ്താൽ മതി. ജസ്റ്റ് സൗണ്ടിലേക്ക് തിരിച്ച് കൊണ്ടുവരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിനൊന്നുകൂടി സ്ലൈഡ് ചെയ്താൽ മതി. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ അത് OnePlus ഫോൺ യൂസ് ചെയ്ത് വന്ന ഒരാളെന്ന നിലയിൽ അതില്ലാണ്ടായ സമയത്ത് ഈ ഫോണിനെ ചില സമയത്ത് എടുത്ത് കണക്ട് ചെയ്യാൻ തോന്നും. അതായത് OnePlus 10T അത് നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്ക് ടു അവർ OnePlus 2T. പ്രൊസസ്സർ വന്നിട്ട് MediaTek Dimensity 1300 ആണ്. 8GB റാം, 128GB ഉള്ള സ്റ്റോറേജ് ആണ് ഈ ഒരു വേരിയൻറ്റിൻ്റെ അകത്തുള്ളത്. എനിക്ക് കളിക്കാൻ പറ്റിയ എല്ലാ ഹൈ എൻഡ് ഗെയിംസും ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നമില്ലാണ്ട്, ലിറ്ററലി ഒരു ലാഗോ ഒരു ഹിക്കപ്പോ ഇല്ലാണ്ട് വളരെ സ്മൂത്തായിട്ട് ആ 90 FPS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഗെയിമുകൾ 90 FPS കൂടി തന്നെ നമുക്ക് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കവറൊന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോൺ ഹീറ്റാവുമ്പോൾ നല്ലതുപോലെ നിങ്ങൾ കൈ വേർക്കും. എല്ലാവർക്കും ഈ കൈ വേർക്കുന്ന അസുഖം ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ക്യാമറ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ. അത് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു വല്ലാത്തൊരു രീതിയിലാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം, വളരെ നല്ല ക്യാമറ ക്വാളിറ്റി തന്നെയാണ് നമ്മുടെ OnePlus Nord 2T അത് വരുന്നത്. ഇതെന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും നമുക്ക് നമ്മുടെ OnePlus 10T വരാം. OnePlus 10Tയുടെ ക്യാമറ പോരാ മീൻസ് പോരാ, ഒരു മഞ്ഞപ്പിത്തം പിടിച്ച അവസ്ഥയാണുള്ളത്. പക്ഷേ OnePlus Nord 2T വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒരു ഡെപ്തും ഒരു പ്രത്യേക ഭംഗി നമുക്ക് ഫോട്ടോയിൽ കിട്ടുന്നുണ്ട്. നമ്മൾ ഇറിറ്റേറ്റഡ് ആവത്തില്ല. അതിലെന്തോ ഇതിങ്ങനെ ഇരിക്കുന്നത്, എന്തോ ആ വെള്ള ഫീല്, അങ്ങനെ ഒന്നുമില്ല. പക്ക സാധനം. വൈഡ് ആംഗിൾ നോക്കിക്കഴിഞ്ഞാലും പ്രൈമറി നോക്കിക്കഴിഞ്ഞാലും ഇനി നമ്മൾ മാക്രോ ഷോട്ട്സ് നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മുടെ OnePlus 2Tക്കകത്ത് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വീഡിയോ നമുക്ക് 4K 30 FPS-ലും 1080p 30, 60, 120, 480 എന്നിങ്ങനെ FPS-ൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് ക്യാമറയെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാനില്ല. വെറും കൂറ ഫ്രണ്ട് ക്യാമറയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. 32 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് സെൽഫി ക്യാമറയാണ് നമ്മുടെ OnePlus Nord 2Tക്കകത്ത് കൊടുത്തിട്ടുള്ളത്. ശരിക്കും അത്ര നല്ല ഫോട്ടോസ് അല്ല OnePlus Nord 2Tക്കകത്ത് നമുക്ക് കിട്ടുന്നത്. ഇനി വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ സെൽഫി വീഡിയോ കുഴപ്പമില്ല, അത് കുറച്ച് നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ റിയർ ക്യാമറ വീഡിയോയും പക്കയായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വ്ളോഗ് ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യണം, അത്യാവശ്യം നല്ലൊരു ക്യാമറ ഉള്ളൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് OnePlus Nord 2T ചൂസ് ചെയ്യാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യം 4500 mAh ഒരു ബാറ്ററിയാണ്. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, നല്ല ബാറ്ററി ബാക്കപ്പ് തന്നെ നമ്മുടെ OnePlus Nord 2Tക്കകത്ത് കിട്ടുന്നുണ്ട്. ഞാൻ OnePlusന്റെ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പുകളെല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. എന്നാൽ OnePlus Nord 2T എന്ന് പറയുന്നത് ബാറ്ററി ബാക്കപ്പിൽ കിങ് തന്നെയാണ്. ഞാൻ നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ആ യൂസേജിൽ എനിക്ക് വളരെ
അമേസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നക്ഷത്ര ദീപങ്ങളായിട്ടുള്ള എന്താ പറയുക ബാക്കപ്പാണ് കിട്ടുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. ഇനി ഫോണിൻ്റെ ഓവറോൾ യൂസേജ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്യിൽ എന്ത് സുഖമായിട്ട് ഈ ഫോൺ യൂസ് ചെയ്യാമെന്നറിയാമോ. വൺ ഹാൻഡ് ഓപ്പറേഷൻസും ഒരു കയ്യിൽ കോൾ ചെയ്യാനും ഒരു കയ്യിൽ മെസ്സേജ് ചെയ്യാനൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ്. ശരിക്കും പല തവണയായിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഞാൻ മിസ് ചെയ്യുന്ന കാര്യമായിരുന്നു ഒരു കയ്യിൽ നമുക്ക് ഫോട്ടോ എടുക്കാനും ഒരു കയ്യിൽ മെസ്സേജ് അയക്കാനും ഒരു കയ്യിൽ റിപ്ലൈ ചെയ്യാനൊക്കെ പറ്റുകയെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിൽ നിന്ന് ആ ഒരു സൈഡ് വരെ സുഖമായിട്ട് നിങ്ങളുടെ കൈ പോവും വിത്ത് എ ഗ്രേറ്റ് പെർഫോമൻസ്. ലൈക്ക് ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു നല്ല ഫോണ് വിത്ത് നല്ല പെർഫോമൻസ്, അതാണ് OnePlus Nord 2T എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും തന്നെ പറയാനായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 28,999 ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ബേസ് മോഡൽ, അതായത് ഞാൻ യൂസ് ചെയ്ത ഈ മോഡലിന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോ ഓൺ ഫ്ലിപ്കാർട്ടിലും അല്ലെങ്കിൽ ആമസോണിലൊക്കെ നമ്മുടെ സെയിൽസ് വരുന്ന സമയത്ത് നല്ല ഓഫേഴ്സ് കാണും. ആ ഓഫേഴ്സിൽ നിങ്ങൾ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം.